ഹലോ മക്കളെ, എല്ലാവർക്കും എജുപടന്റെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 മാർക്കിനും ചോദിക്കുന്ന, 2 മാർക്കിനും ചോദിക്കുന്ന, 3 മാർക്കിനും ചോദിക്കുന്ന ഒരു അടിപൊളി ടോപ്പിക്കാണ്. എല്ലാവർക്കും അറിയാം, ഓക്സീകരണ നമ്പർ അഥവാ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിന്റെ പിന്നിലെ തത്വം എന്താണ്, അതിന്റെ പിന്നിലെ ട്രിക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതോട് പഠിക്കും. ഒരു കാരണവശാലും ഈ ടോപ്പിക്കിനകത്ത് നിന്ന് നമ്മളോട് മാർക്ക് മിസ്സായി പോരുത്. നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. എങ്ങനെയാണ് ഓക്സീകരണ നമ്പർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അതിന് വളരെ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ എടുക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡ് MnO2. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഈ ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം നമ്മളോട് പറയും, ചുവടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് പരിശോധിച്ച് മാംഗനീസിന്റെ ഓക്സീകരണ നമ്പർ കണ്ടുപിടിക്കുക എന്നായിരിക്കും ചോദിക്കുക കേട്ടോ. മാംഗനീസിന്റെ ഇവിടെ മാംഗനീസ് മാറി വേറെ ആരെങ്കിലും ഒക്കെ വരും, ആരായാലും ശരി, ഇവിടെ നമ്മളോട് മാംഗനീസിന്റെ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെങ്കിൽ ആരുടേതാണോ കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ തലയ്ക്ക് മുകളിൽ, ഇപ്പൊ മാംഗനീസിനല്ല ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്, ഇപ്പൊ മാംഗനീസിന്റെ തലയ്ക്ക് മുകളിൽ ഒരു എക്സ് ഇട്ട് കൊടുക്കുക അല്ലെ. കണ്ടുപിടിക്കാൻ ആരാണോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് ആരുടേതാണോ അയാളുടെ തലയുടെ മുകളിൽ എക്സ് കൊടുക്കുക. ഓക്കെ, മാംഗനീസിന് കൊടുത്ത്. ഇനി നമുക്ക് ഓക്സിജന്റെ നമുക്ക് അറിയണം അല്ലെ. കണ്ടുപിടിക്കാനുള്ളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എഴുതി വെക്കണം. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ മക്കൾ പഠിച്ചിരിക്കണം -2 കേട്ടോ. എത്രയാണ്? -2 എന്നാണ്. ഓക്കെ, അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ തരാം. നിങ്ങൾ പഠിക്കേണ്ട കൃത്യമായിട്ടുള്ള എലമെന്റ്സുകളുടെ ഓക്സീകരണ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിൽ ഒരു ലിസ്റ്റ് തരാം. ആദ്യം ഇതൊന്ന് കാണിച്ചു തന്നതിന് ശേഷം. അപ്പോൾ ഓക്സിജൻ ഇത് -2 ആണ് എന്ന് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. റെഡിയാണല്ലോ? ഇനി അടുത്ത ശ്രദ്ധിച്ചോണേ. ആദ്യം നമ്മൾ മാംഗനീസിനെ മാത്രം നോക്കുക. മാംഗനീസിനെ മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. മാംഗനീസിയുടെ തലയ്ക്ക് മുകളിൽ എന്താ ഉള്ളത്? എക്സ് അല്ലേ ഉള്ളത്? ആ എക്സ് ഇങ്ങോട്ട് ചെയ്തുക. റെഡി? കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാനുള്ളത് ഓക്സിജനെയാണ് നോക്കാനുള്ളത് അല്ലെ. ഓക്സിജനെ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാംഗനീസിൽ നിന്ന് ഓക്സിജനിലേക്ക് പോവുകയാണ്. അപ്പൊ മാംഗനീസിന് നമ്മൾ എഴുതി എക്സ് പ്ലസ് ഒരു പ്ലസ് ഇട്ടേക്കുക. ഇനി നമുക്ക് എഴുതാനുള്ളത് ഓക്സിജൻ്റെതാണ്. ഓക്സിജൻ്റെതാ നിങ്ങൾ കണ്ടോ, മുകളിൽ -2 ഉണ്ട്, അടിയിൽ 2 ഉണ്ട്. ഇങ്ങനെ അടിയിലും മുകളിലുമായിട്ട് നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് തമ്മിൽ ഗുണിക്കണം അഥവാ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ -2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക -4 ആണ്. അതെന്താ സാറേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത്? മക്കളെ, ഇവിടെ മാംഗനീസിന്റെ എക്സ് മാത്രമല്ലേ ഉള്ളൂ. അടിയിൽ എന്തെങ്കിലും ഉണ്ടോ? അടിയിൽ ഒരു നമ്പർ എങ്കിലും ഉണ്ടോ? ഇല്ല. ശരിക്കും ഇവിടെ 1 വരുന്നുണ്ട്, പക്ഷെ 1 × x എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയല്ലേ. അപ്പൊ എന്ത് തന്നെയായാലും ശരി, അടിയിലും മുകളിലും നമ്പർ ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറയണേ. ഇപ്പൊ മാംഗനീസിന്റെ നമ്മൾ എഴുതി എക്സ് അല്ലെ, അടിയിലൊന്നും നമ്പർ ഒന്നും ഇല്ലാത്ത കൊണ്ട് നമ്മൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ഒരു പ്ലസ് ഇടുക കേട്ടോ. അടുത്ത എലമെന്റിലേക്ക്, അടുത്ത മൂലകത്തിലേക്ക് പോകുമ്പോൾ മക്കൾ ഒരു പ്ലസ് ഇടുക. എന്നിട്ട് ഇനി ഓക്സിജൻ എഴുതുക. ഓക്സിജൻ മുകളിൽ -2 ഉണ്ട്, അടിയിൽ 2 ഉണ്ട്. ഈ -2 എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിക്കണം. എടാ അതിന്റെ ലിസ്റ്റ് ഒക്കെ ഞാൻ തരാം, പേടിക്കണ്ട കേട്ടോ. അപ്പൊ -2നെ 2 കൊണ്ട് ഗുണിക്കുക, -4. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു =0 ഇടുക. =0 എല്ലാം എഴുതി കഴിഞ്ഞാൽ =0. ഇനി ഇവിടെ അടുത്ത വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലസ് ഇടുക, അതിന്റെ എഴുതുക കേട്ടോ. അതിന്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലസ് ഇടുക. ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് =0 ഇടുക. റെഡി? ഇനി ഇതിന്റെ അകത്ത് എക്സിന്റെ വില നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് മക്കളെ. എക്സ് അവിടെ തന്നെ വെക്കുക. എക്സ് അവിടെ തന്നെ വെച്ചു. ഈ -4നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. -4നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. -4നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് +4 ആയിട്ട് മാറും അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. എക്സിന്റെ വാല്യൂ എത്ര? +4. അല്ല സാറേ, നമ്മളോട് എക്സിന്റെ വാല്യൂ അല്ലല്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, മാംഗനീസിന്റെ വാല്യൂ അല്ലേ. എടാ മക്കളെ, മാംഗനീസിന്റെ തലയിൽ മുകളിൽ എക്സ് അല്ലേ ഉള്ളത്. ഈ എക്സിന്റെ അത് കിട്ടിയാൽ ആർക്ക് സമമാണ്? മാംഗനീസിന് സമല്ലേ അല്ലെ. എക്സ് അഥവാ മാംഗനീസ് എന്ന് പറയാം അല്ലെ. എക്സിനെ അല്ലെങ്കിൽ മാംഗനീസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് എന്നിട്ട് എക്സിന്റെ വാല്യൂ +4 കിട്ടി കേട്ടോ. റെഡിയാണോ മക്കളെ? കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതിന്റെ അകത്തുള്ള ലോജിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് പഠിച്ചു വെക്കേണ്ട 9ാം ക്ലാസ്സിലെ മക്കൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട എലമെന്റുകളും അവയുടെ എന്താണ് ഓക്സിഡേഷൻ നമ്പർ ഞാനൊന്ന് പറയാം. ഹൈഡ്രജന്റെ മക്കൾ പഠിച്ചു വെക്കണം, സോഡിയത്തിന്റെ പഠിച്ചു വെക്കണം, പൊട്ടാസ്യത്തിന്റെ പഠിച്ചു വെക്കണം, അതേപോലെ തന്നെ കാൽസ്യത്തിന്റെ പഠിച്ചു വെക്കണം, അലൂമിനിയത്തിന്റെ പഠിച്ചു വെക്കണം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഓക്സിജന്റെ പഠിച്ചു വെക്കണം. ഇത്രയും എണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള, നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് കേട്ടോ. അല്ല സാർ, ഈ ഇത്രയും വലിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ പഠിക്കുക? എടാ വഴിയുണ്ടടാ,
വഴിയുണ്ട് അല്ലെ? അതിനാണ് നമ്മൾ അടിപൊളി പാട്ട്. അച്ഛനാക്ക് 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 കാല് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ. അച്ഛനാക്ക് കാല് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ. എടാ ഇങ്ങനെ 2 പ്രാവശ്യം കൂടി പാടുക. ഇനി എന്താ കഥ നോക്കിയോളി. ഹൈഡ്രജൻ സോഡിയം പൊട്ടാസ്യം ഇതിന്റെ ഒക്കെ എത്രയാണ്? ഇതിന്റെ ഒക്കെ എത്രയാണെന്നറിയോ? +1 പറഞ്ഞു പോരെ. ഇനി കാൽസ്യത്തിൻ്റെത് +2, അലൂമിനിയത്തിൻ്റെത് +3, ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ ഇതൊക്കെ -1 ആണ്. ഓക്കെ. ഓക്സിജൻ്റെത് -2. പരിപാടി തീർന്ന്. ഒരു 2 പ്രാവശ്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. പാട്ട് പറഞ്ഞു വരുന്നത് അച്ഛനാക്ക് കാല് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ. അച്ഛനാക്ക് കാല് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ എന്ന് 2 പ്രാവശ്യം പാടുക. ഒരു 2 പ്രാവശ്യം ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഓക്സിജന്റെ നമ്പർ കണ്ടുപിടിക്കാനുള്ള ചോദ്യം നമ്മൾ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ 2 കാര്യങ്ങൾ മക്കൾ ചെയ്യണം. ഒന്ന്, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് നിങ്ങൾ താഴത്ത് ദയവ് ചെയ്ത് രേഖപ്പെടുത്തണം. ഇനി ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.